എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കുന്ന പായസമൊക്കെ എല്ലാവർക്കും തയ്യാറാക്കിയെടുക്കാൻ ഒരു പ്രത്യേക ഇഷ്ടമായിരിക്കുമല്ലേ. അപ്പോൾ അതുപോലെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പായസത്തിൻ്റെ റെസിപ്പി കണ്ടു നോക്കിയാലോ. നമ്മളിവിടെ തയ്യാറാക്കിയെടുക്കുന്നത് ക്യാരറ്റ് പായസമാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒരു കുക്കറിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് പാല് ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 2 വിസിൽ വരുന്നവരെ വേവിച്ചെടുത്താൽ മതി കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ചൊവ്വരിയാണ്. ചൊവ്വരി ഒരു 1/2 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു അളവിലേക്ക് 1/2 കപ്പ് ചൊവ്വരിയാണ് എടുത്തിട്ടുള്ളത്. അതവിടെ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 1 മണിക്കൂർ സോക്ക് ചെയ്യാൻ മാറ്റി വെക്കണം. അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു ക്യാരറ്റൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിൽ നിന്ന് ക്യാരറ്റ് മാത്രം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കുറച്ച് പാൽ അരഞ്ഞ് കിട്ടുന്നില്ലെങ്കിൽ കുറച്ച് പാലൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുത്താൽ മതി. ഇനി നമ്മൾ ഏതിലാണോ പായസം റെഡിയാക്കി എടുക്കുന്നത് അതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കട്ടെ. വെള്ളം തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചൊവ്വരി ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. ചൊവ്വരി പെട്ടെന്ന് അടിക്ക് പിടിക്കും, അപ്പോൾ അത് ശ്രദ്ധിക്കുക. അത് വെന്ത് വരുന്നതിനനുസരിച്ച് നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കണം. ഇടയ്ക്കൊന്ന് അടച്ചു വെച്ചിട്ടൊക്കെ വേവിച്ചെടുക്കാം. അപ്പോൾ അതാ ഇതിങ്ങനെ ഏകദേശം കുക്കായിട്ട് വരുന്നുണ്ട്. നമ്മൾ ആദ്യം തന്നെ പഞ്ചസാര ഒന്നും ചേർത്ത് കൊടുക്കരുത് കേട്ടോ. ഇത് ഈ ചൊവ്വരിയൊക്കെ കുക്കായതിന് ശേഷം വേണം പഞ്ചസാര ചേർക്കാൻ വേണ്ടിയിട്ട്. ആദ്യം തന്നെ പഞ്ചസാര ചേർത്താലേ ചൊവ്വരി ഒന്നും ശരിക്കും കുക്കായിട്ട് വരില്ല. ഒരുപാടങ്ങ് വെള്ളം ചേർക്കും വേണ്ട കേട്ടോ. 1.5 കപ്പ് തന്നെ ഈ ഒരു 1/2 കപ്പിലേക്ക് വേണ്ടി ചേർത്താൽ മതി. ചെറിയ തീയിലിട്ടിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ടോട്ടൽ 3 കപ്പ് പാലാട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് തന്നെ കുക്കായിട്ട് വന്നതിന് ശേഷം നമുക്കതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നല്ലോ ക്യാരറ്റ് വേവിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിലേക്ക് ഒരു 2.5 കപ്പാണ് ബാക്കി എടുത്തില്ല. 1/2 കപ്പ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുക്കറിൽ ഇട്ടിട്ടുണ്ടായിരുന്ന അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2.5 കപ്പ് പാല് ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെ എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഒരു 3 ഏലക്കായ ചതച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏലക്കായ പൊടിയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഇട്ട് കൊടുത്താലും മതി. പിന്നെ അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കണ്ടൻസ് മിൽക്കാണ് കേട്ടോ. ഈ ഒരു കണ്ടൻസ് മിൽക്കിൻ്റെ റെസിപ്പി നമ്മൾ കുറച്ച് ദിവസം മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹോം മെയ്ഡാണ്. കണ്ടൻസ് മിൽക്ക് ക്യാരറ്റിൻ്റെ പുഡിംഗ് ആയാലും പായസമായാലും അതിലേക്കൊക്കെ ചേർത്താൽ പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അത് കയ്യിലുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 കപ്പ് കണ്ടൻസ് മിൽക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാലൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ കണ്ടൻസ് മിൽക്ക് ചേർത്തതിന് ശേഷം പിന്നെ 3-4 ടേബിൾ സ്പൂണൊക്കെ പഞ്ചസാര ചേർത്താൽ മതിയാവും കേട്ടോ. ഞാനൊരു 3 ടേബിൾ സ്പൂണായിട്ട് ചേർത്തിട്ട് നമ്മുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതെല്ലാം നന്നായിട്ട് തന്നെ പാലും അതുവരെ ചൊവ്വരിയൊക്കെ നന്നായിട്ടൊന്ന് കമ്പൈൻ ആകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അത് നന്നായിട്ട് തിളച്ച് അത് എന്താ പറയുക ഒരു കുറച്ച് തിക്കായിട്ടൊക്കെ വരും കേട്ടോ. അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ട് ഉപ്പ് ചേർത്താലേ കറക്റ്റായിട്ട് ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഈ ഒരു ക്യാരറ്റിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ആ വെള്ളം പായസം നല്ല തിക്കായിട്ട് വരും. ചൊവ്വരി ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ല തിക്കായിട്ട് വരും. ഇത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വീണ്ടും തിളപ്പിച്ചെടുക്കണം. ഒരു 2-3 മിനിറ്റ് വീണ്ടും നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ചൂടാറുന്ന സമയത്ത് ഒന്നുകൂടെ നല്ല തിക്കായിട്ട് വരും. ഇപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് ഇരിക്കുന്നത്. പിന്നെ അത് തിളച്ച് കുറച്ചുകൂടെ തിക്കായി കുറച്ചങ്ങ് ചൂടാറിയതിന് ശേഷം വേണം എടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലേ കറക്റ്റ് ആ ഒരു തിക്നെസ്സിൽ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ വീണ്ടും നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ നന്നായിട്ട് തിളപ്പിച്ചിട്ട് സൈഡിലൊക്കെ പറ്റി പിടിച്ചിട്ടുള്ള പാലൊക്കെ ഇതിലേക്ക് തന്നെ ആക്കി കൊടുക്കുക കേട്ടോ. അതിൻ്റെ ഫുൾ അതിൽ തന്നെ കിടന്നോട്ടെ, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ കുക്കറിൽ മാറ്റി വേറെ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന പാലില്ലേ 1/2 കപ്പ്, അതും കൂടെ ഇതിലേക്ക് ലാസ്റ്റ് ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് തിളപ്പിച്ചെടുത്താൽ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പായസമാകുമ്പോൾ അത് വേണമല്ലോ, എന്നാലല്ലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ആ നെയ്യിൻ്റെ ഒക്കെ ഫ്ലേവർ വരുമ്പോൾ. അപ്പോൾ അതും കൂടെ അതിലേക്ക് ഇട്ടിട്ട് നമുക്കതൊന്ന് മൂപ്പിച്ചിട്ട് അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതങ്ങ് ഒഴിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസം റെഡി ആയിട്ടുണ്ട്. ഇതങ്ങ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടച്ചു വെക്കാം. ഒരു 10-15 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. എന്നാലേ കറക്റ്റ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അടച്ചു വെച്ച് പിന്നെ തുറന്നിട്ട് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം തന്നെ യൂസ് ചെയ്യരുത് കേട്ടോ. ഉണ്ടാക്കി ഉടനെ തന്നെ യൂസ് ചെയ്യരുത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1/2 മണിക്കൂറിന് ശേഷമായിട്ട് എടുക്കുന്നത്. ചെറിയ ചൂടുമുണ്ട്, പായസമൊക്കെ നല്ല തിക്കായിട്ട് വന്നിട്ടുമുണ്ട്. കറക്റ്റ് ഈ ഒരു മെഷർമെൻറ്റിൽ നിങ്ങൾ ചെയ്തെടുക്കുകയെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഈ ഒരു പായസത്തിൻ്റെ ഈ ഒരു തിക്നെസ്സിൽ നമുക്ക് പായസം കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ ക്യാരറ്റ് പായസം ഇതുവരെ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുകൊണ്ട് കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം താല്പര്യം ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. നമ്മുടെ പേജ് ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യണേ. താങ്ക്